കരുവാറ്റയിൽ 67കാരനായ വയോധികനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ കൗമാര സംഘത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ അവർക്ക് സാധിക്കുക എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. എല്ലാ കുട്ടികളും ഇതുപോലെയാണ് എന്നല്ല, പക്ഷേ ഒരു 13 വയസ്സുകാരൻ്റെയോ 12 വയസ്സുകാരൻ്റെയോ ഒന്നുമല്ല ബുദ്ധിയിലെ ചിന്തയൊന്നുമല്ല അവർ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയോധികരെ കൊലപ്പെടുത്താൻ പ്രതികൾ ആദ്യം പദ്ധതിയിട്ടത് ഒരു തമിഴ് ചിത്രത്തിലെ ക്രൂരമായ രംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്ന് പിടിയിലായ +1 വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകി. 2017 AR മുരുകദോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന സിനിമ കണ്ടാണ് ഇത്തരമൊരു ആശയം മനസ്സിൽ ഉദിച്ചതെന്നാണ് മൊഴി. മഹേഷ് ബാബുവും SJ സൂര്യയും പ്രധാന വേഷത്തിലെത്തിയ സ്പൈഡർ സിനിമയിലെ ചില കൊലപാതക ദൃശ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രതികൾ പ്ലാൻ തയ്യാറാക്കിയത്. സിനിമയിലെ ദൃശ്യങ്ങളെ മാതൃകയാക്കി തയ്യാറാക്കിയ ഈ കൊലപാതക പ്ലാൻ നിലവിൽ ഹരിപ്പാട്ടെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. വയോധികൻ ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിന്റെ മേൽക്കൂരയിലെ ഓട് പൊളിച്ച ശേഷം മുകളിൽ നിന്ന് വലിയ പാറക്കല്ല് തലയിലേക്ക് ഇട്ട് കൊലപ്പെടുത്താനായിരുന്നു പ്രതികൾ ആദ്യം പദ്ധതിയിട്ടത്. സങ്കീർണതകൾ ഒഴിവാക്കി പെട്ടെന്ന് മരണം ഉറപ്പാക്കാനാണ് സിനിമയിലേതുപോലെ ഇത്തരമൊരു മാർഗം ഇവർ തെരഞ്ഞെടുത്തത്. മറ്റുള്ളവരുടെ വേദനാജനകമായ മരണവും ബന്ധുക്കളുടെ കരച്ചിലും കണ്ട് രസിക്കുന്ന സുഡലൈ അല്ലെങ്കിൽ തെലുങ്കിൽ ഭൈരവുണ്ടു എന്ന ക്രൂരനായ വില്ലൻ കഥാപാത്രത്തിന്റെ സൈക്കോ മനോഭാവവും കൊലപാതക രീതികളുമാണ് തങ്ങളെ സ്വാധീനിച്ചതെന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. സിനിമയുടെ അവസാന ഭാഗത്ത് നഗരത്തിന് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ട് ആളുകളെ കൊലപ്പെടുത്താൻ വില്ലൻ ശ്രമിക്കുന്ന രംഗവുമുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കരുവാറ്റയിൽ തലയിലേക്ക് മുകളിൽ നിന്ന് വലിയ പാറക്കല്ല് ഇട്ട് പൊട്ടുന്ന മരണം ഉറപ്പാക്കാൻ പ്രതികൾ ആസൂത്രണം നടത്തിയത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ഏതെങ്കിലും സിനിമകളിൽ നിന്നുള്ള ആശയം ഉണ്ടാകാമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകളും വിദ്യാർത്ഥിയുടെ മൊഴികളും. എന്നാൽ ശനിയാഴ്ച രാത്രിയിൽ സംഭവസ്ഥലത്തെത്തിയ പ്രതികൾക്ക് ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വീടിന് മുകളിൽ കയറി ഓടിളക്കി നോക്കിയെങ്കിലും ഓടിന് താഴെ മച്ചുണ്ടായിരുന്നത് ഇവർക്ക് വലിയ തടസ്സമായി മാറിയിരുന്നു. ഓരോ ഭാഗത്തെയും ഓടുകൾ മാറ്റി മാറ്റി ഇളക്കി നോക്കിയെങ്കിലും മച്ചിന്റെ തടസ്സം കാരണം താഴേക്ക് കല്ലിടാൻ ഇവർക്ക് സാധിച്ചില്ല. മച്ചില്ലാത്ത ഭാഗത്തുകൂടി താഴേക്ക് ഇറങ്ങാനും കഴിയാതെ വന്നതോടുകൂടി സ്പൈഡർ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ആദ്യ പ്ലാൻ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. ഇതോടെയാണ് വെന്റിലേഷൻ വഴി അകത്തുകയറി വയോധികനെ കൊലപ്പെടുത്താൻ ഇവർ തീരുമാനം മാറ്റിയത്. മേൽക്കൂരയിൽ നിൽക്കുമ്പോൾ തന്നെ സംഘത്തിലെ 13കാരിയുടെ വാട്സ്ആപ്പ് സന്ദേശം മറ്റ് പ്രതികൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. വീടിന്റെ വെന്റിലേഷന്റെ ഭാഗത്ത് വലിയ ദ്വാരമുണ്ടെന്നും അതുവഴി അകത്തേക്ക് കടക്കാമെന്നുമായിരുന്നു 13കാരി സന്ദേശത്തിലൂടെ കുട്ടികളെ അറിയിച്ചത്. തുടർന്ന് ഈ ദ്വാരം വഴി ഒരു പ്രതി അകത്തു കയറുകയും വാതിൽ തുറന്ന് മറ്റുള്ളവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇതിനു മുൻപും വയോധികരെ വധിക്കാൻ ഇവർ പല പദ്ധതികളും തയ്യാറാക്കിയിരുന്നതായി പോലീസ് കണ്ടെത്തി. വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താനായി കരുനാഗപ്പള്ളിയിലെ ഒരു കൊട്ടേഷൻ സംഘത്തെ ഇവർ സമീപിച്ചിരുന്നുവെങ്കിലും പണം വാഗ്ദാനം ചെയ്തിട്ടും അവർ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതിനു പുറമെ വിഷം കൊടുത്തു കൊല്ലാനുള്ള പ്ലാനും പരാജയപ്പെട്ടതോടുകൂടിയാണ് വാട്സ്ആപ്പ് ചാറ്റുകളിലൂടെ ചർച്ച ചെയ്ത് സിനിമയിലെ പോലെ മുകളിൽ നിന്ന് പാറക്കല്ല് തലക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചത്. ശരിക്കും അത്തരം മൊഴികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടിയേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ചോദ്യം ചെയ്യലിനിടയിൽ കുടുംബത്തെ പറ്റിയുള്ള പരാമർശങ്ങളിൽ പൊട്ടിക്കരഞ്ഞാണ് 13കാരി പ്രതികരിച്ചത്. കുടുംബത്തിലെ സാഹചര്യങ്ങളും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയ വിവരം പുറത്തുവരുന്നു. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയെങ്കിലും കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ പെൺകുട്ടി പൊട്ടിക്കരയുകയായിരുന്നു. കൊല്ലപ്പെട്ട ശിവൻകുട്ടി തന്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുകയും പലതും വിലക്കുകയും ചെയ്തിരുന്നുവെന്നാണ് മൊഴി. എനിക്ക് കുട്ടിക്കാലത്ത് സ്നേഹം കിട്ടിയിരുന്നില്ല, ബന്ധുവിൽ നിന്ന് ഒരുപാട് വിലക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പെൺകുട്ടി കരഞ്ഞതെന്നാണ് വിവരം. പെൺകുട്ടികൾക്ക് കൂടുതലായി ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതായും വീട്ടിൽ രാത്രി വൈകി എത്തുന്നതും അമിതമായ ഫോൺ ഉപയോഗവുമെല്ലാം ശിവൻകുട്ടി എതിർത്തിരുന്നു. ഇതാണ് ശിവൻകുട്ടിയോട് കടുത്ത പകയുണ്ടാക്കാൻ കാരണം. ഈ പക തീർക്കാൻ സുഹൃത്തുക്കളുടെ സഹായം തേടിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നു. എന്തായാലും വിഷം നൽകി കൊലപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ പിന്നീടത് ഒഴിവാകുകയായിരുന്നു. വാഹന അപകടം നടത്താൻ തീരുമാനിച്ചു, അതും ഒഴിവായില്ല. തുടർന്നാണ് വീട്ടിലെ ആളില്ലാത്ത സമയം നോക്കി കൊലപ്പെടുത്താനായി പദ്ധതിയിട്ടത്. മകൾ പ്രസവത്തിനായി ആശുപത്രിയിൽ പോകുന്ന ദിവസവും 4 ദിവസവും ശിവൻകുട്ടി ഒറ്റയ്ക്കായിരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇവർ കൊലപാതക ആസൂത്രണം നടത്തിയത്. ട്രെയിൻ വഴിയാണ് കാമുകനും സുഹൃത്തുക്കളും കൃത്യത്തിനായി എത്തിയത്. ഓരോ നിമിഷവും പെൺകുട്ടി ഫോണിൽ കൂടി നിർദ്ദേശം നൽകിക്കൊണ്ടേയിരുന്നു. കൊലപാതകത്തിന് ശേഷം ഞായറാഴ്ച പുലർച്ചെ 7 കിലോമീറ്ററോളം അകലെയുള്ള ഹരിപ്പാട്ടെത്തി KSRTC സ്റ്റാൻഡിനടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ആഘോഷപൂർവ്വം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആസൂത്രണം ചെയ്ത പോലെ കൃത്യം നടത്തിയതിന്റെ ആവേശത്തിലായിരുന്നു അവർ. CCTV ദൃശ്യങ്ങളിൽ നിന്നും കടയിലുണ്ടായിരുന്നവരുടെ മൊഴിയിൽ നിന്നുമാണ് പോലീസ് ഈ വിവരം ലഭിച്ചത്. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നായിരുന്നു 13കാരിയുടെ ആത്മവിശ്വാസം. അതിനാൽ കേസിൽ നിർണായകമായ മൊബൈൽ ഫോൺ രേഖകൾ മായ്ക്കാൻ ശ്രമിച്ചില്ല.
പിടിയിലായവരുമായുള്ള ഫോൺ വിളികളും ചാറ്റുകളും അതുപോലെ തന്നെ ഫോണിൽ ഉണ്ടായിരുന്നു. കരുവാറ്റിയിലെ വീടിന്റെ ലൊക്കേഷൻ അയച്ചതും കുറ്റാരോപിതർ കൊല്ലത്ത് നിന്ന് വന്ന വഴി നടത്തിയ ഫോൺ വിളിയുടെ വിശദാംശങ്ങളും പോലീസിന് കിട്ടിയിരുന്നു. പെൺകുട്ടി കൊലപാതകം തത്സമയം കണ്ടുവെന്ന് പോലീസിന് മനസ്സിലായതും അങ്ങനെ തന്നെയാണ്. കൊലപാതക ശേഷം മറ്റു കാര്യങ്ങളെല്ലാം പെൺകുട്ടി അപ്പോൾ കുറ്റാരോപിതരെ അറിയിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതും പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചതും പിടിയിലായവർ അറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പെൺകുട്ടിയിൽ നിന്നും ഫോൺ വാങ്ങിയത്. പെൺകുട്ടിക്ക് ഒട്ടേറെ ആൺസുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഇവരിൽ ചിലർക്ക് മാത്രമാണ് കൊലപാതകത്തെ പറ്റി അറിവുണ്ടായിരുന്നത്. കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നവരിലെല്ലാം വിവരം ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. മുൻപ് പരവൂരിൽ താമസിക്കുന്ന കാലത്ത് സ്കൂളിൽ വെച്ചാണ് പെൺകുട്ടി ആൺസുഹൃത്തുമായി പരിചയത്തിലായത്. 2 വർഷം മുമ്പാണ് ശിവൻകുട്ടിയും ഭാര്യയും കരുവാറ്റയിലേക്ക് മാറിയത്. ശാന്തശീലനായ ശിവൻകുട്ടി നാട്ടുകാർക്കേറെ സ്വീകാര്യനായിരുന്നു. മകൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. 2 പെൺമക്കൾക്കൊപ്പമായിരുന്നു പിന്നീട് താമസം. അവർ ആലപ്പുഴയിലേക്ക് പോയപ്പോഴാണ് പരവൂരിൽ നിന്ന് മാറിയത്. സാധാരണ കൊലപാതകങ്ങളിൽ ഉണ്ടാകുന്ന നിയമപരമായ സങ്കീർണതകൾ ഒഴിവാക്കാനും പോലീസിന് തെളിവ് ലഭിക്കാത്ത രീതിയിൽ അപകട മരണമാണ് എന്ന് വരുത്തിത്തീർക്കാനും മുകളിൽ നിന്ന് കല്ലിടുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഇവർ കരുതിയത്. എന്നാൽ മഹേഷ് ബാബുവിന്റെ തമിഴ് അരങ്ങേറ്റ ചിത്രമായിരുന്ന സ്പൈഡറിലെ ആക്ഷൻ ത്രില്ലർ രംഗങ്ങളാണ് കൗമാരക്കാരെ വഴിതെറ്റിച്ചത്. എന്തായാലും മഹേഷ് ബാബുവിന്റെ തമിഴ് ചിത്രം എത്രത്തോളം ഇത്തരം കുട്ടികൾക്കകത്തേക്ക് എത്തി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇത്തരത്തിൽ ക്രിമിനൽ സിനിമകൾ, സൈക്കോപാത്ത് സിനിമകളൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരെ സ്വാധീനിക്കും എന്ന കാര്യം നമുക്ക് ഇപ്പോൾ എടുത്തു പറയുന്നു. അതിന് കൂടുതൽ തെളിവുകളാണ് ഇപ്പോഴിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. എന്തായാലും ഈ ഞെട്ടൽ ഒരിക്കൽ പോലും നമുക്ക് മാറില്ല എന്ന് വ്യക്തമാവുകയാണ്.